ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പച്ചമുളക് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, പച്ചമുളകിന് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക. അതുപോലെ കുറച്ച് കടലമാവുണ്ട്, ഉപ്പുണ്ട്. ഈ ബാക്കി നമുക്ക് കാണാം. ഇപ്പം കടുക് ഇട്ടിട്ടുണ്ട്. ഒരു 2 ഉണക്കമുളകും കൂടി ഇടുവാണ്. നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകൊന്ന് ചെറുതായിട്ട് അച്ഛനൊന്ന് കീറിയിടണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എന്നാലും പൊട്ടിത്തെറിക്കും. ഇതിൽ ഇതൊന്ന് വാടണം. ഇതിനകത്ത് കിടന്നു നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല എരിവല്ല, അപ്പോൾ ഇച്ചിരി നോക്കണം അതിന് ആവശ്യമുള്ള ഉപ്പ്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടി എടുത്തിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ഒഴിച്ച് കലക്കണം. നമ്മളിത് നല്ല നീട്ടിയെടുത്തിട്ടുണ്ട്. വെള്ളം ഉണ്ടോ, കട്ടിക്കല്ല, ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് ഇനി ഇത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തു. ഇതിലേക്ക് ഒരു 3/4 കപ്പ് മോര് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ഇടാം. ഒരു നുള്ള് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇത് ഇച്ചിരി എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല. വേണമെങ്കിൽ മുളക് പൊടി ഇടാം, ആവശ്യമുള്ളവർ മുളക് പൊടി ഇടാം. 2 ജീരകവും കൂടെ ഇട്ടിട്ട് കൊടുക്കാം. ജീരകം ആദ്യം ഇടണമായിരുന്നു, ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. നമുക്കിതിന് ഉപ്പോ ബാക്കിയെല്ലാ ടേസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പും പൊടിയും ഒക്കെ പാകമാണെന്ന് അറിയണ്ടേ. പച്ചമുളക് കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കാതെ തന്നെ ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.